എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. യജ്ഞൻ മഹാവിഷ്ണുവിൻ്റെ ഒരവതാരമാണ്. സ്വയംഭൂമനുവിൻ്റെ പുത്രിയായ ആകുതിയുടെയും രുചി പ്രജാപതിയുടെയും പുത്രനാണ് ഇദ്ദേഹം ആദിനാരായണൻ്റെ ഒരവതാരമാണെന്ന് ദേവീ ഭാഗവതം അഷ്ടമസ്കന്ധത്തിൽ കാണുന്നുണ്ട്. യജ്ഞന് ദക്ഷിണ എന്ന ഭാര്യയിൽ ജനിച്ച 12 പുത്രന്മാരാണ് സ്വയംഭൂ മന്വന്തരത്തിൽ യാമന്മാർ എന്ന ദേവന്മാരായി തീർന്നത്. ഋഷഭൻ നാഭി എന്ന രാജാവിന് മേരുദേവിയിൽ ജനിച്ച പുത്രനാണ് ഋഷഭൻ. ഋഷഭന് ജയന്തി എന്ന ഭാര്യയിൽ 100 പുത്രന്മാരുണ്ടായി. അവരിൽ മൂത്തവനായ ഭരതനെ രാജ്യമേൽപ്പിച്ചിട്ട് വനത്തിൽ ചെന്ന് പുലഹ മഹർഷിയുടെ ആശ്രമത്തിൽ തപസ്സനുഷ്ഠിച്ചു. അനേകം വർഷം അദ്ദേഹം തപസ് ചെയ്തു. അദ്ദേഹം തപസ്സിരുന്ന കൊടുമുടിക്ക് ഋഷഭകൂടം എന്ന പേരുണ്ടായി. മൗനവ്രതത്തിൽ ഇരിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹത്തിന് അന്യജനങ്ങൾ ആ പർവ്വതത്തിൽ വരുന്നത് ഇഷ്ടപ്പെട്ടില്ല. ആരെങ്കിലും വന്നാൽ പർവ്വതം പാറക്കല്ലുകൾ വീഴ്ത്തട്ടെ എന്നും മുനി ശപിക്കുക പതിവായിരുന്നു. ഒരിക്കൽ മുനി കാറ്റിനെ വിളിച്ച് പർവ്വതങ്ങളിൽ കൂടി ശബ്ദരഹിതമായി കടന്നു പോയിക്കൊള്ളണമെന്ന് ആജ്ഞാപിച്ചു. ഋഷഭകൂടത്തിൽ വെച്ച് ശബ്ദിക്കുന്നവരെ ഇടിവെട്ടുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ആ സ്ഥലത്ത് നന്ദ എന്നൊരു തീർത്ഥസ്ഥാനമുള്ളതായി മഹാഭാരതം ആരണ്യകാണ്ഡത്തിൽ പറയുന്നുണ്ട്. ഋഷഭൻ ശിവനെ തപസ്സു ചെയ്ത് ഒരു ശിവയോഗിയായി തീർന്നു. ധന്വന്തരി ആയുർവേദാചാര്യനായ ഒരു ദേവനാണ് ധന്വന്തരി. മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമാണ് അദ്ദേഹം. പാലാഴി മഥനത്തിൽ അമൃതമായി ഉയർന്നു വന്നത് അദ്ദേഹമാണ്. പിന്നീട് ദ്വാപരയുഗത്തിൽ അദ്ദേഹത്തിന് പുനർജന്മം ഉണ്ടാവുകയും ആയുർവേദത്തെ 8ആയി വിഭജിക്കുകയും ശിഷ്യരെ പഠിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. 2ാം ദ്വാപരയുഗത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ദീർഘതപസ് എന്ന കാശി രാജാവായിരുന്നു. ധന്വന്തരിയുടെ പുത്രനായി കേതുമാനും കേതുമാൻ്റെ പുത്രനായി ഭീമരഥനും ഭീമരഥൻ്റെ പുത്രനായി ദിവോദാസനും ജനിച്ചു. തക്ഷകൻ പരീക്ഷത്തിനെ കടിച്ചുകൊല്ലാൻ പോയപ്പോൾ രക്ഷിക്കാൻ വിഷഹാരിയായി ധന്വന്തരിയും പോയിരുന്നു. എന്നാൽ ഈ വിഷഹാരി കാശ്യപനാണെന്നും ധന്വന്തരിയാണെന്നും 2 അഭിപ്രായമുണ്ട്. വൈദ്യവിദ്യയിൽ അപാര പണ്ഡിതനായ ധന്വന്തരിയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. മോഹിനി മഹാവിഷ്ണുവിൻ്റെ സ്ത്രീ രൂപമാണ് മോഹിനി. പാലാഴി മഥനത്തിൽ ലഭിച്ച അമൃതിൻ്റെ അവകാശത്തിനായി ദേവന്മാരും അസുരന്മാരും തമ്മിൽ തർക്കമുണ്ടാവുകയും അസുരന്മാർ അമൃതമായി കടന്നുകളയുകയും ചെയ്തു. ഈ അവസരത്തിൽ മഹാവിഷ്ണു അതീവ സുന്ദരിയായ ഒരു സ്ത്രീയായി അവതരിച്ചു. അവരാണ് മോഹിനി. മോഹിനി അസുരന്മാരുടെ അടുത്ത് ചെന്ന് താൻ ധന്വന്തരിയുടെ കൊച്ചനുജത്തിയാണെന്നും പാലാഴിയിൽ നിന്നും കരയ്ക്ക് കയറിയപ്പോഴേക്കും എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു, അനാഥയായ ഞാൻ അനുരൂപനായ വരനെ അന്വേഷിച്ച് നടക്കുകയാണ് എന്ന് അറിയിച്ചു. ഈ അവസരം പാഴാക്കരുതെന്ന് കരുതി അസുരന്മാർ അവളുടെ അടുത്തുകൂടി. അവർക്കെല്ലാം അമൃത വിളമ്പിക്കൊടുക്കണമെന്നും ഒടുവിൽ ഒരാളെ വിവാഹം കഴിക്കണമെന്നും മോഹിനിയോട് ആവശ്യപ്പെട്ടു. മോഹിനി അത് സമ്മതിച്ചു. എല്ലാവരും കണ്ണടച്ചിരിക്കാനും താൻ അമൃത വിളമ്പിത്തരാമെന്നും ഒടുവിൽ കണ്ണു തുറക്കുന്ന ആളിനെ വിവാഹം കഴിക്കാമെന്നും അവൾ പറഞ്ഞു. എല്ലാവർക്കും വ്യവസ്ഥ സമ്മതമായി. അവർ മോഹിനിയുടെ മുമ്പിൽ സ്നേഹാദരങ്ങളോടെ കണ്ണടച്ചിരുന്നു. ക്ഷണനേരം കൊണ്ട് മോഹിനി അമൃതമായി ദേവലോകത്തേക്ക് പോയി. ദേവന്മാർ അമൃത ഭക്ഷിച്ച് ശാപമോക്ഷം നേടി. വിഷ്ണുവിൻ്റെ മോഹിനി രൂപം കണ്ട് ശിവൻ അവളിൽ അനുരക്തനാവുകയും അവർക്കൊരു പുത്രൻ ജനിക്കുകയും ചെയ്തു. ആ പുത്രനാണ് അയ്യപ്പ ഭഗവാൻ. നന്ദി, നമസ്കാരം.